മലയാള ഭാഷയെ ശ്രേഷ്ഠമാക്കാൻ നാം എന്തെല്ലാം ചെയ്യണം? ഇനി ശ്രേഷ്ഠമായ ഭാഷയെ വീണ്ടും കുറച്ചുകൂടി ശരിയാക്കാനായി മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസംഗം ഏവരും ശ്രദ്ധയോടെ വീക്ഷിക്കണം. അപ്പോൾ മലയാള ഭാഷാ പ്രയോഗ രീതി എങ്ങനെ വേണമെന്ന് കണ്ടോളൂ. ഇത്തരത്തിൽ ഉള്ള ഒരു ജനതയുടെ നിലനിൽപ്പിനും അതിജീവനത്തിനും ഭാഷ വലിയൊരു അടിസ്ഥാനമാണ്. ആ അടിത്തറ തകർന്നാൽ നാടില്ല, സമൂഹമില്ല. മലയാളം ശ്രേഷ്ഠ ഭാഷയായി എന്ന് പറഞ്ഞ് വിശ്രമിക്കാൻ നമുക്കാവില്ല. ഞാൻ നാറിയാണ്, അതല്ല പരനാറിയാണ്, അല്ലെങ്കിൽ പരമനാറിയാണ് എന്ന തോന്നല് പ്രേമേന്ദ്രൻ എങ്ങനെയുണ്ടായി? ആ ഭാഷയെ അധ്യയന ഭാഷയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കള്ളം പറയാൻ പാടില്ല എന്ന് നാമെല്ലാം കരുതുന്ന ഒരു മാന്യൻ വന്ന് UDFന് വേണ്ടി വിളിച്ചു പറയുന്നു എങ്കിൽ അദ്ദേഹത്തെ എത്രമാത്രം നികൃഷ്ട ജീവിയായി കണക്കാക്കണം എന്നാലോചിക്കണം. ഭരണഭാഷയാക്കാൻ കഴിഞ്ഞോ? ഉമ്മൻചാണ്ടിയെ പോലെയുള്ള നപുംസകങ്ങളെ കോടതി ഭാഷയാക്കാൻ കഴിഞ്ഞോ? നമ്മുടെ നീതിന്യായ പീഠത്തിൽ ഇരുന്നു കൊണ്ട് ഏതാനും ചില ശുഭന്മാർ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ നിത്യജീവിത സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിന് മറുപടി പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ എരപ്പനായിട്ടുള്ള IG ഇങ്ങനെ ഒരു പീറ സർ, മലയാള ഭാഷ മലയാളികൾക്ക് നിർബന്ധമാക്കണം. ഞങ്ങളൊക്കെ ലോയൊക്കെ പഠിച്ചിട്ടാണ് വന്നേക്കുന്നത്. ആലപ്പുഴ എഞ്ചിനീയർമാർക്ക് കുറച്ച് കൂടുതലാണ് കേട്ടോ. തല്ലുകൊള്ളാത്തന്നെ സൂക്കടാ, തല്ല് കുറച്ച് കൂടുതലാണ് കേട്ടോ. മാതൃഭാഷ പഠിക്കാതെ ഡിഗ്രി എടുക്കാവുന്ന അവസ്ഥ ഇവിടെയല്ലാതെ മറ്റെവിടെയും ഉണ്ടാകില്ല. സംസ്കാരത്തെ നമുക്ക് വീണ്ടെടുത്ത് ശക്തിപ്പെടുത്താൻ കഴിയണം. സ്പോൺസർമാരെന്ന് പറയുന്ന കഴിവേറികളുണ്ട്. മഹാകവി വള്ളത്തോളിൻ്റെ പ്രശസ്തമായ ആ നാലു വരി ഉദ്ധരിക്കട്ടെ. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാവണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഒരു പിൻവലിയൊക്കെ നടക്കാൻ പോകുന്നില്ല, അതൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ. പോയിട്ട് വേറെ പണി നോക്ക്. ഞാൻ പറയേണ്ടത് ഞാൻ പറയൂ. ഡൽഹിയിലൊക്കെ നല്ല പിടിപാടുള്ള കക്ഷിയാണ് തെരുവുനായ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. തെരുവുനായ്ക്കളുടെ കടിയേറ്റ 2 വൃദ്ധർ ക്രൂരമായി കൊല്ലപ്പെട്ടിട്ടും നായസ്നേഹികൾക്ക് കുലുക്കമൊന്നുമില്ല. പട്ടിക്ക് കുത്തിവെപ്പും കൂടും മതി, അത് നന്നായിക്കൊള്ളുമെന്നാണ് കാശുള്ള അമ്മച്ചിമാരുടെ സംഘടന പറയുന്നത്. ഇവിടെ സർക്കാർ ആശുപത്രിയിൽ മനുഷ്യന് നൽകാൻ പോലും മരുന്നില്ല, കിടക്കാൻ വീടുമില്ല. അപ്പോഴാണ് ഡൽഹിയിൽ നായ്പ്രേമികളുടെ പ്രതിഷേധം തകർക്കുന്നത്. വളരെ ശക്തമായിട്ട് ഇതിനെ നമുക്ക് ഫേസ് ചെയ്തേ പറ്റൂ. ആക്രമണകാരികളായിട്ടുള്ള തെരുവ് നായ്ക്കളെ ഒരു പ്രത്യേക മരുന്ന് കുത്തിവെച്ച് കൊല്ലണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അതിനുള്ള നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മാത്രമല്ലടാ, ഡൽഹിയിലുണ്ടാ എനിക്ക് വേണ്ടപ്പെട്ടവര്. ഇറങ്ങി വേടാ. കന്നിമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. Dogs are an important part. The government can do a lot more. There can be sterilization, there can be dog shelters. There's a lot more that can be done by. Is killing the answer? Can killing ever be the answer? We want dogs on country, you people verum country. ഞങ്ങളൊന്നു കുറച്ചാൽ നിങ്ങൾ ഞെട്ടി വിറയ്ക്കും. We want dogs on country, you people verum country. ഞങ്ങളൊന്നു കുറച്ചാൽ നിങ്ങൾ ഞെട്ടി വിറയ്ക്കും. Dancers! Couple of doctors who are also animal lovers. So when we got to know about the situation, Dancers! ചെയ്യാൻ പത്ത് ഡോറിൽ കാവൽ നിൽക്കാൻ ഡോബർബൻ നാട്ടിൽ മൊത്തം കേസ് അത് കണ്ടെത്തും പോലീസിനാൽ സ്റ്റേഷൻ ഡോഗ്സ്. We want dogs on country, you people verum country. ഞങ്ങളൊന്നു കുറച്ചാൽ നിങ്ങൾ ഞെട്ടി വിറയ്ക്കും. എന്നാൽ പട്ടിപ്രേമികൾക്ക് ശക്തി പകരുന്നത് ആരാണെന്ന് നമ്മുടെ ചിറ്റിലപ്പള്ളി വെളിപ്പെടുത്തും. ഒക്കെ കുമ്പിടിയുടെ ആൾക്കാരാ എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ. നമ്മുടെ DGP ആണ് ഇതിനകത്ത് പ്രധാന വില്ല. ഞാൻ പറയാണ്, കാരണം അങ്ങേർക്ക് സെൻട്രൽ സർവീസിലേക്ക് പോകണം. DGPയുടെ കൂടെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. ശ്രീലേഖ IPS, അതേമാതിരി ഒരു നളിനി നെറ്റോ,
ആഭ്യന്തര സെക്രട്ടറി, എന്തിനാ അവരൊക്കെ നമ്മൾ ഭീഷണിപ്പെടുത്തുന്നത്? അതുപോലെ ഒരു ലോ സെക്രട്ടറി ഉണ്ട്. ഈ ലോ സെക്രട്ടറി കാരണം കൊണ്ട് കേരളത്തിന്റെ വാദം ഒരിക്കലും സുപ്രീം കോടതിയിൽ എത്താറില്ല. ഇനി അങ്ങ് കേന്ദ്രത്തിലെ നയസ്നേഹികൾക്കുള്ള അദ്ദേഹത്തിന്റെ ഉപദേശം ഇതാണ്. ആ സ്ത്രീക്ക് 17 വയസ്സിലും 18 വയസ്സിലും 20 വയസ്സിലൊക്കെ പട്ടിയോട് പ്രേമനുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ 70-ാം വയസ്സിലും ഈ പ്രേമം തുടരാന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവര് ചെയ്ത ദോഷങ്ങൾ എന്താണെന്നറിയോ? അവര് പട്ടിയുടെ പ്രേമം നടത്തി എടുത്തിട്ട് അവരെ കുട്ടിയെ നോക്കാൻ പറ്റിയില്ല. അതിന്റെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.